السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على الرسول الأمين وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ആദരണീയരായ പ്രിയപ്പെട്ട ഹക്കീം ഉസ്താദ്, ഈ മഹത്തായ സദസ്സിനെ ധന്യമാക്കുന്ന ആദരണീയരായ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, ഈ ക്യാമ്പസിൽ അതിഥിയായി വരേണ്ടി വന്നു എന്ന എൻ്റെ പരാജയത്തെ ഞാൻ ആദ്യമേ ഏറ്റെടുക്കുകയാണ്. ഞാൻ ഈ നാട്ടുകാരനാണ്, ഈ പ്രദേശത്തുകാരനാണ്. എൻ്റെ വീട്ടിലേക്ക് കേവലം 15 കിലോമീറ്റർ പരിധിയാണ് ഈ ഭാഗത്ത് നിന്ന് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചൊരു പക്ഷെ കൂടുമായിരിക്കും, എന്നാലും 15-20 ഉള്ളിൽ. ഞാൻ കുറച്ചു കാലമായിട്ട് വാഫിയുടെ പൊതുപരിപാടികളിൽ അങ്ങനെ സംസാരിക്കാറില്ല. കാരണം പൊതുപരിപാടികളിലൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങളൊരു അക്കാഡമിക് സമൂഹമാണ്. ഞാനാണെങ്കിൽ അക്കാഡമിക് മേഖലയിൽ നിന്ന് മാറി നിന്നിട്ട് 12 വർഷം ഈ ജൂൺ 21 പൂർത്തിയായി. 4 വർഷത്തിന് ഗൾഫിൽ പോയതാണ്. ഇപ്പോ അതിന്റെ 2 ഇരട്ടി കൂടി 12 പൂർത്തിയായി. അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ 9ാം വർഷം ഈ സെപ്റ്റംബർ 15 പൂർത്തിയാക്കി 10ാം വർഷത്തിലേക്ക് കടക്കുക. ഏതായിരുന്നാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രസംഗിക്കാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം അക്കാഡമികമായിരുന്നെങ്കിലും, രണ്ടാമത്തെ കാരണം വീട്ടിൽ ജ്യേഷ്ഠന്മാരുടെ മക്കൾ, ജ്യേഷ്ഠത്തിമാരുടെ മക്കൾ, ഭാര്യ വീട്ടിൽ ഭാര്യയുടെ അനിയത്തി, അങ്ങനെ പോയാൽ ഒരുപാട് ആളുകൾ, വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ എവിടെയെങ്കിലും ഒക്കെ കേൾക്കാനുണ്ടാവും. നിങ്ങളോട് പറയുമ്പോ തള്ളിയിട്ട് അങ്ങോട്ട് പോയാൽ മതി. വീട്ടിൽ ചെന്നാൽ അങ്ങനെയല്ല. വീട്ടിൽ ചെന്നാൽ ആപ്പാപ്പ അന്ന് നിങ്ങൾ പറഞ്ഞില്ല എന്ന് വെച്ചിട്ട് ലമ്മീറും അടക്കും. വൈഫിന്റെ വീട്ടിൽ ചെന്നാൽ അനിയത്തി വാതിലിന്റെ ഇടയിൽ കൂടെ അളിയാക്ക അന്ന് നിങ്ങളാ പറഞ്ഞ് ഉള്ള തന്നെയാണോ? അപ്പൊ ഇങ്ങനെ ഒരു പ്രതിസന്ധി കുറെ കാലമായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ഏതായാലും ക്യാമ്പസിലുള്ളവരൊക്കെ വീട്ടിലുള്ളവരൊക്കെ പോയി. നാട്ടുകാരൊരു പക്ഷെ ഇനി ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നാട്ടുകാരെ പിന്നെ അത്ര പേടിയില്ല. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ്, ഇങ്ങനെ ഒരു സന്ദർഭത്തില് നിങ്ങളെ കണ്ടുമുട്ടാനുള്ള ഈ തൗഫീഖിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇന്ന് ഏതായാലും ദീർഘമായി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉസ്താദിന്റെ അസംബ്ലി അല്ലെങ്കിൽ ആ സംസാരം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. എന്നിരുന്നാലും ഞാനൊരു തുടക്കം കുറിക്കുക മാത്രം ചെയ്യുക എന്നാണ് ആഗ്രഹിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്റെ വിഷയം ഞാനിങ്ങനെ എടുത്തു നോക്കുകയായിരുന്നു. ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ആൻഡ് പോസിബിലിറ്റീസ്. ഭാവിയുടെ സാധ്യതകളാണ് ഇത് മൊത്തത്തിൽ പറയുന്നത് എന്ന് വ്യക്തമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാവിയുടെ സാധ്യതയുടെ കാര്യത്തിൽ യാതൊരു സംശയത്തിനും സ്കോപ്പില്ല എന്നു മാത്രമല്ല, അത് നമ്മളെന്ന് മാത്രമല്ല പൊതുസമൂഹം കൂടി തിരിച്ചറിഞ്ഞ ഒരു വസ്തുതയുമാണ്. ഞാൻ തമാശക്ക് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ 2015 അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗത്തിൽ നിയമിതനാവുന്നത്. ആ വർഷം പള്ളിയിലിരുന്നാണ് പറയുന്നത്, ഉസ്താദന്മാര് അതവുകേടാവുകയാണെങ്കിൽ ക്ഷമിക്കണം. ആ വർഷം എന്റെ മഹല്ലിൽ നിന്ന്, അതിന്റെ മുമ്പത്തെ വർഷം ഉണ്ടായിട്ടില്ല,
ആ വർഷം മാത്രം എന്റെ മഹല്ലിൽ നിന്ന് വിവിധ വാഫി സ്ഥാപനങ്ങളിൽ വഫിയയും കൂട്ടിയാൽ 35 വിദ്യാർത്ഥികൾ എൻട്രൻസ് പരീക്ഷ എഴുതി. ആ വർഷം മാത്രം. അതിന് മുമ്പത്തെ വർഷങ്ങളിൽ ഉണ്ടായിട്ടില്ല. അപ്പോ ആളുകൾ എന്തൊക്കെയോ നോക്കുന്നു, എന്തൊക്കെയോ പോസിബിലിറ്റീസിനെ കാണുന്നു, എന്തൊക്കെയോ മാനദണ്ഡങ്ങൾ വെച്ച് ഇതൊക്കെ വലിയ സാധനങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലമായ ഒരു ജോലി അല്ലെങ്കിൽ ഒരു മോഹനമായ ഒരു സ്ഥാനം എന്നതിനപ്പുറം നമ്മളാക്കി മാറ്റുന്ന ഈ സംവിധാനത്തിന്റെ പ്രോസ്പെക്ട്സും പോസിബിലിറ്റീസും നമ്മൾ ആവർത്തിച്ചു പറയുന്നതിന്റെ അർത്ഥം ഇതെന്തോ ഇല്ലാത്തത് നമ്മൾ കഷ്ടപ്പെട്ട് സമർത്ഥിക്കുകയാണ് എന്നല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് പോലെ നിങ്ങളുടെ ഈമാൻ എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ വസ്ത്രം ദ്രവിക്കുന്നത് പോലെ ദ്രവിക്കാൻ സാധ്യതയുണ്ട്. ഫജദ്ദിദു ഈമാനക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈമാനിന്റെ കാര്യം അതാണെങ്കിൽ മറ്റു ചില ബോധ്യങ്ങളെ ഓർത്തെടുക്കാനും ആ ഓർമ്മയിൽ ആവേശം കൊള്ളാനും ആ ആവേശം നമുക്ക് വരും ദിവസങ്ങളിൽ പ്രചോദനമാവാനും ഇത്തരമൊരു ഒത്തുചേരൽ നിമിത്തമാവുന്നുവെങ്കിൽ ആ അർത്ഥത്തിൽ ഞാൻ ഏറെ സൗഭാഗ്യം ചെയ്തവനാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോസ്പെക്റ്റുകളിലേക്കും പോസിബിലിറ്റികളിലേക്കും കടക്കുന്നതിന് മുമ്പ് വിനീതമായി ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ചില ദൃഢ പ്രതിജ്ഞകളുടെ മേൽ നിലകൊള്ളേണ്ടവരാണ്. ഞാനത് സഹോദര ബുദ്ധ്യ എൻ്റെ അനിയന്മാരെ ഉപദേശിക്കുകയാണ്, നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ്. ചില ദൃഢമായ തീരുമാനങ്ങൾ നമ്മൾ എടുത്താലേ നമുക്ക് ഈ പോസിബിലിറ്റികളെ കുറിച്ച് പ്രോസ്പെക്റ്റുകളെ കുറിച്ച് പറയാനുള്ള, അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ആത്മവിശ്വാസം കൊള്ളാനുമുള്ള സാഹചര്യമുള്ളൂ എന്ന് ഞാൻ ആമുഖമായി പറയാം. ഞാൻ അത്ര വലിയ പഴയ ബാച്ചിലെ ആളൊന്നുമല്ല. ജലീൽ ഉസ്താദ് ഞാൻ മർക്കസിൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5-ാം ക്ലാസ്സിലാണ്, അയ്യൂബ് ഉസ്താദ് 4-ാം ക്ലാസ്സിലാണ്, മുഹമ്മദ് അലി വാഫി ഉസ്താദ് എന്റെ തൊട്ട് താഴത്തെ ക്ലാസ്സിലാണ്, സുഹൈൽ വാഫി ഉസ്താദ് എന്റെ 3 ബാച്ച് അല്ലെങ്കിൽ 4-5 ബാച്ച് താഴെയായിരിക്കും. അപ്പൊ ഞാന് ഒരു നടുവിലാണ്. അയ്യൂബ് ഉസ്താദ് എന്നെക്കാൾ 5 ബാച്ച് മുകളിലായിരുന്നു എന്നർത്ഥം. സോറി, ജലീൽ ഉസ്താദ്, അയ്യൂബ് ഉസ്താദ് 4 ബാച്ച്. ചുരുക്കി പറഞ്ഞാൽ അതാണ് ഞാൻ പഠിച്ചു വന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ സമയം എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ പ്രോസ്പെക്റ്റിന്റെ ചർച്ച വരുമ്പോ ആമുഖമായി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഗൗരവം കാണിക്കുക എന്നത് പരമപ്രധാനമാണ്. വിഷയങ്ങളെ ഗൗരവത്തിൽ സമീപിക്കുന്ന ഒരു സാഹചര്യം മെല്ലെ മെല്ലെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ എന്ന ചെറിയ ചില ആശങ്ക എനിക്കുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നരുത്. കാരണം അതിനാണ് ഞാൻ അത്ര പ്രായമുള്ള ആളോ ഒന്നുമല്ല, ഒരു ജ്യേഷ്ഠൻ പറയുന്നതായി കണ്ടാൽ മതി എന്ന് കാണിക്കാനാണ്. അയ്യൂബ് ഉസ്താദിനേക്കാളും എനിക്ക് 5 വയസ്സ് കുറവാണ് എന്ന് ഞാൻ പറഞ്ഞു വെച്ചത്. എനിവേ, ഗൗരവം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന അർഹിക്കുന്ന തലത്തിലേക്ക് നമുക്ക് വളരാൻ കഴിയുന്നു. ഒരു സിലബസും, ഞാൻ അടിവരയിട്ട് പറയുന്നു, ഒരു സിലബസും ഒരു പാഠ്യപദ്ധതിയും ഒരു അഗ്രഗണ്യനായ പണ്ഡിതനും ഒരു ഉസ്താദും നിങ്ങളെ നിങ്ങളുടെ സ്വപ്നത്തിലെത്താൻ സഹായിക്കുകയല്ലാതെ നിങ്ങളെ കൈപിടിച്ച് നിങ്ങളെ തള്ളി തള്ളി അവിടെ എത്തിക്കാനൊന്നും ആർക്കും സാധിക്കൂല. നമ്മൾ മാറണമെങ്കിൽ ആമുഖമായി അത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പിതാവ്, രാഷ്ട്രപിതാവ് പറഞ്ഞിട്ടുള്ളത് പോലെ താങ്കൾ ആഗ്രഹിക്കുന്ന മാറ്റം എന്താണോ ആ മാറ്റം താങ്കൾ തന്നെ ആയിത്തീരുക എന്നതാണ്. നമ്മൾ എന്താണോ മാറണമെന്ന് ആഗ്രഹിക്കുന്ന മാറ്റത്തെ കുറിച്ച് എല്ലാവരും പറയും. ഞാനിപ്പോ അടുത്ത് വായിച്ച
കുവൈത്തിലെ ത്വരക് സുവൈദാൻ എന്ന് പറയുന്ന വലിയ ഒരു സാമൂഹിക ചിന്തകനുണ്ട്. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ ചിന്തകൾ അദ്ദേഹം യൂട്യൂബിലൊക്കെ ധാരാളമായി ലഭ്യമാണ്, പുസ്തകങ്ങളും ലഭ്യമാണ്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ ഒരു പക്ഷേ നമുക്ക് യോജിക്കാൻ കഴിയാത്ത ആശയങ്ങൾ ഉണ്ടാവാം. അത്തരം കാര്യങ്ങളെ കുറിച്ചല്ല, നമ്മൾ ബുദ്ധിയുള്ളവരാണ്, PG ക്ക് പഠിക്കുന്ന കുട്ടികളാണ്. പക്ഷെ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ കാമ്പുകളുണ്ട് എന്നത് വസ്തുതയാണ്. അപ്പോൾ അത്തരം അദ്ദേഹം ഒരിടത്ത് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് മാറ്റത്തെ കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടാകുന്നു. പക്ഷെ ആ മാറ്റത്തെ കുറിച്ചുള്ള ആലോചന, അതിന്റെ പഠനത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഉള്ളിൽ നിന്നുണ്ടാകുന്ന മാറ്റത്തെ എല്ലാവരും ആഗ്രഹിക്കുന്നു, പക്ഷെ മാറ്റത്തിനു വേണ്ടി തയ്യാറാവുന്നവർ 3% ആളുകളാണ് എന്നാണ്. അടിസ്ഥാനപരമായ മാറ്റത്തെക്കുറിച്ച് എല്ലാവരും വാചാലരാകുമ്പോഴും മാറ്റത്തിന് തയ്യാറാവുന്നവരും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരും കേവലം 3% ആളുകൾ, 100-ൽ 3% ആളുകൾ മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒരു ഇന്റർവ്യൂവിൽ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇപ്പോ പറഞ്ഞു വന്നത് ഇതാണ്: നമ്മൾ ഗൗരവത്തോടെയാണ് നമ്മുടെ വിഷയത്തെ സമീപിക്കേണ്ടത്. ഒരു പക്ഷേ PGയിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ആശങ്കപ്പെടും. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ആശങ്ക കുറച്ചുകൂടി കൂടുതലായിരുന്നു. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ, ഞാൻ ആളുകളെ സാഹചര്യങ്ങളൊന്നും പറയുന്നില്ല, ഭാവിയെ കുറിച്ചുള്ള ആശങ്ക എന്ന് പറയുന്നത് ഒരു ചർച്ചാ വിഷയമായ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ സിറ്റിങ്ങുകളും ഒന്നിൽ കൂടുതൽ ആളുകളെ മാനസിക രോഗ വിദഗ്ധരെ കാണിക്കേണ്ട സാഹചര്യവും വരെ ഉണ്ടായത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ കാലത്തൊക്കെ പറയാം ആശങ്കയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോ ഈ ചെയ്യുന്നത് ആത്മാർത്ഥമായാണെങ്കിൽ, കൃത്യമായ ഒരു ഗോള് സെറ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് PGയിലേക്ക് വന്നപ്പോഴെങ്കിലും ഇനിയുള്ള 2 വർഷം എന്റെ ജീവിതത്തിൽ ഞാൻ ചില പ്ലാനുകൾ വരച്ചിട്ടുണ്ട് എന്ന് പറയാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ പ്ലാനിലേക്കാണ് നിങ്ങളുടെ ഓരോ പകലുകളും ഇപ്പോൾ രൂപപ്പെടുന്നതെങ്കിൽ, അത്തരം ഒരു പ്ലാനിലേക്ക് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും നിങ്ങൾ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാരണവശാലും പഠനം തീരുന്ന സമയത്ത് ഒരു ദിവസം പോലും നിങ്ങൾക്ക് തൊഴിലാണല്ലോ ഒരു മുഖ്യ വിഷയം, തൊഴിൽ രഹിതനായി അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാനില്ലാത്തവനായി നിൽക്കേണ്ടുന്ന ഒരു ചുറ്റുപാടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇന്നലെ അബുദാബിയിലുള്ള എൻ്റെ ഒരു സുഹൃത്തുമായിട്ട്, കൂട്ടുകാരനോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നാളെ ക്യാമ്പസിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആളുകളാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ അവിടെ പോയിട്ട് എന്താണ് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, അവിടെ കുട്ടികള് പഠിക്കുന്നവരാണ്, ഒരു യൂണിവേഴ്സിറ്റി സമാനമായ സംവിധാനം, അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കേന്ദ്രം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് പോയി നിങ്ങൾ എന്തെങ്കിലും അക്കാഡമിക് ആയിട്ട് സംസാരിക്കണമെന്ന് ഞാൻ അഭിപ്രായപ്പെടില്ല. മറിച്ച് നിങ്ങൾ അവിടെ ചെന്നിട്ട് അവരോട് പറയേണ്ടത്, നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ ഗൗരവത്തിൽ, ഞാൻ അതാണ് തുടങ്ങി വെച്ചത്, നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ ഗൗരവത്തിലാണ് ചെയ്യുന്നതെങ്കിൽ, ഇന്ന് നമ്മുടെ നാട് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം ചുരുങ്ങിയ സാഹചര്യം നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്താണോ അത് പ്രൂവ് ചെയ്യാൻ കേവലമായ സാക്ഷ്യപത്രങ്ങൾക്കപ്പുറം, സർട്ടിഫിക്കറ്റുകൾക്കപ്പുറം നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ, നിങ്ങളെ കാത്ത് ലോകമിരിക്കുന്നുണ്ട്, നിങ്ങളെ കാത്ത് അവസരങ്ങൾ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ തുടങ്ങി വെച്ചതിലേക്ക് തന്നെ മടങ്ങുകയാണ്. നമ്മൾ നമ്മളെ മൂർച്ച കൂട്ടേണ്ടുന്ന സമയമാണ്, നമ്മൾ നമ്മളെ കണ്ടെത്തേണ്ടുന്ന സമയമാണ്. ഈ സമയത്ത് അർത്ഥശൂന്യമായ ആശങ്കകൾ, ഫലശൂന്യമായ ചർച്ചകൾ, ഫലശൂന്യമായ ആലോചനകൾ നമ്മളെ മഥിക്കുന്നുവെങ്കിൽ, നമ്മുടെ പ്രയാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുവെങ്കിൽ, അവിടെയാണ് ഇത്തരം കൂടിച്ചേരലുകൾ കൊണ്ട്, നമ്മളുടെ ഉസ്താദുമാരെ കൊണ്ട് നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പോ ഞാൻ അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു, പരിഭാഷകനാണ്. ഏകദേശം 10 വർഷം 9 വർഷം പൂർത്തിയാക്കി 10ാം വർഷത്തിലേക്ക് കടക്കുന്നു. ഈ ലീവിന് വരുന്നതിന് മുമ്പ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, അറബി, ഇംഗ്ലീഷ്,
ഉറുദു, മലയാളം ഭാഷകൾ അനായാസം സംസാരിക്കാൻ കഴിയുന്ന, അതിൽ ഒരു സാമാന്യം മെച്ചപ്പെട്ട ആളുകൾക്ക് കൺവിൻസിംഗ് ആവുന്ന ഭാഷയിൽ എഴുതാനും സാധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ CV സമർപ്പിക്കണം. ഈ വാക്കൻസി ഇന്നും നിലനിൽക്കണം, ഇപ്പോഴും നിലനിൽക്കണം. സുമോഹനമായ വേതന വ്യവസ്ഥ, താമസ സൗകര്യം, മറ്റു ജീവിത സൗകര്യങ്ങൾ എന്തു വേണോ ലഭ്യമാണ്. പക്ഷെ ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ തൽക്കാലം അങ്ങോട്ട് പരിഗണിക്കുന്നില്ല. ഞാൻ ഉസ്താദുമാരോടല്ല സംസാരിക്കുന്നത്, ഞാൻ നിങ്ങളോട് മാത്രമാണ്. അവർക്കിത് ബാധകമല്ല. ആ കഥകൾ നിങ്ങൾക്ക് അറിയുകയും ചെയ്യും. അതുകൊണ്ട് അത് കഥയല്ല, യാഥാർത്ഥ്യമാണ്. അള്ളാഹു അവർക്കൊക്കെ പുരോഗതിയും ഉത്തരോത്തര ഉന്നതിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞത് വെറുതെ തള്ളല്ല, ഇത് ഞാൻ എൻ്റെ വീട്ടുകാരുണ്ടെങ്കിലും പറയും. ഓക്കെ, ഇത് വസ്തുതയാണ്. ഇങ്ങനെ ഇതൊന്നു മാത്രമല്ല, നോക്കൂ, ലോകത്ത് നമ്മളെ പോലെ നമ്മളെ ഉള്ളൂ. അത് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ ഇതുണ്ടല്ലോ, ഈ കോൺഫിഡൻസും അഹങ്കാരവും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഉള്ള കാര്യങ്ങളെ, നമ്മളിലുള്ള കാര്യങ്ങളെ കാണിക്കേണ്ടിടത്തും പറയേണ്ടിടത്തും പറയുന്നത് ഈ അത് നാം നമ്മളെ പരിചയപ്പെടുത്തലാണ്. നാം എന്താണെന്ന വിനീതമായ പ്രഖ്യാപനമാണ്. നമ്മളെ കാണുമ്പോഴേക്ക് നമ്മുടെ ഉള്ളും നമ്മുടെ ഡിഗ്രിയും വായിക്കാനൊന്നും ആളുകൾക്ക് കഴിയൂല. അപ്പൊ ഞാൻ ഇന്ന ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്ത PG ഉള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് അനായാസം സംസാരിക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന, ഉറുദുവിൽ വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന, മലയാളം മാതൃഭാഷയായുള്ള ഒരു പണ്ഡിതനാണ്, ഒരു ഗ്രാജുവേറ്റ് ആണ് എന്ന് പറയാനും ആ പറഞ്ഞതിനെ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് സാധൂകരിക്കാനും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇന്നും ഒരു തൊഴിലാണ് നിങ്ങളെ അലട്ടുന്ന വിഷയമെങ്കിൽ അന്തസ്സോടെ, ആരുടെ മുന്നിലും അടിയറവ് വെക്കാതെ, ആരുടെ മുന്നിലും ഓച്ചാനിച്ചു നിൽക്കേണ്ടി വരാതെ അന്തസ്സോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നൂറുകണക്കിന് സാധ്യതകൾ ഇന്നുമുണ്ട്. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയാം, നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന മുഖങ്ങളിൽ തന്നെ അറബി പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതുന്ന മുഖങ്ങളെ ഞാൻ കാണുന്നുണ്ട്. നന്നായി അറബി സംസാരിക്കാൻ കഴിയുന്നവരും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നവരും ഇവിടെ ഉണ്ട്. അതേസമയം നമ്മുടെ കൂട്ടത്തിലെ വേദനാജനകമായ ഒരു കാര്യം, നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് ആത്മവിശ്വാസത്തിന്റെ കുറവ് നന്നായുണ്ട്. ഇത് നമ്മൾ മാത്രം ഒതുങ്ങിയ ഒരു സദസ്സാണ്. ആ സദസ്സിൽ ഞാൻ ഇത് പറയാതെ പോകുന്നത് പാതകമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബുദാബിയിൽ ഗവൺമെന്റ് ജോലി ചെയ്യുമ്പോഴും ചെറിയ തോതിൽ 1-2 ചെറിയ ബിസിനസ് സംരംഭങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രാരംഭ ഘട്ടം കടന്ന് അൽഹംദുലില്ലാഹ് മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ വാഫികൾ ചേർന്ന് അങ്ങനെ 5-6 ആളുകൾ ചേർന്ന് നടത്തുന്ന ബിസിനസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലെ ചില ആളുകളെ ഇന്റർവ്യൂവിന് വിളിക്കാറുണ്ട്, അവർ വരാറുണ്ട്. നിങ്ങൾ തന്നെ അന്വേഷിച്ചു നോക്കൂ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വായിക്കാറുണ്ടായിരുന്നവൻ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ചൊക്കെ സംസാരിക്കുവാൻ കോൺഫിഡൻസ് ഉണ്ടായിരുന്നവൻ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ചൊക്കെ തഹരീർ ചെയ്യുവാൻ കഴിവുണ്ടായിരുന്നവൻ, അവന് ഗൾഫിൽ എവിടെ ചെന്നാലും ജോലി അന്വേഷിച്ച് കൂടുതൽ പോകേണ്ടി വരാറില്ല. എന്തുകൊണ്ട്? അവനെ ഏറ്റെടുക്കാനും അവനെ ഉപയോഗപ്പെടുത്താനും അവനു തന്നെ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാനും ബിസിനസ്സുകാർ തയ്യാറാണ്. എന്തുകൊണ്ട്? നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഇതൊരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മളെ ഈ സംവിധാനം ഉയർത്തുന്നുണ്ട്. എന്തുകൊണ്ട്? അന്താരാഷ്ട്ര ഭാഷയായ ഇംഗ്ലീഷ് നിങ്ങൾ സംസാരിക്കുന്നു, അന്താരാഷ്ട്ര ഭാഷകളിലൊന്നായ അറബി നിങ്ങൾ സംസാരിക്കുന്നു, മനസ്സിലാക്കുന്നു. അറബ് രാജ്യങ്ങളെ കുറിച്ചാണ് എനിക്ക് ആധികാരികമായിട്ട് കുറച്ചെങ്കിലും പറയാൻ സാധിക്കുക. ഞാൻ അതുകൊണ്ട് ഉറപ്പിച്ച് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നു, ഇപ്പോ പഴയ കാലമല്ല. സംവിധാനത്തിന് നിങ്ങളെ അല്ലെങ്കിൽ ഇതുപോലെ പുറത്തിറങ്ങുന്ന ആയിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ പരിമിതിയുണ്ട്. ഞാൻ 2008 പുറത്തിറങ്ങുമ്പോൾ ഞാൻ മർക്കസിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. 2008 മെയ് അവസാനം കോഴ്സ് തീരുന്നു, ജൂൺ ആദ്യം മർക്കസിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കുന്നു. ഞങ്ങളുടെ കാലത്ത് ഇതൊരു കടപ്പാടാണ്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് 2008 ഇതൊരു കടപ്പാടാണ്. സാധുമാരി ഇരിക്കുന്നുണ്ട്, തിരുത്തേണ്ടത് തിരുത്താം. പക്ഷേ ഞാനിപ്പോ വിചാരിക്കുന്നത് ഇന്ന് ഇതിനങ്ങനെ നിങ്ങൾ കടപ്പാട് കാണിക്കേണ്ട സാഹചര്യമൊന്നുമില്ല.
നമ്മള് നേടിയ ഒരു തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. ആ തിരിച്ചറിവ് കൊണ്ട് സമൂഹത്തെ എങ്ങനെയാണോ സേവിക്കേണ്ടത് അങ്ങനെ സേവിക്കാൻ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവേണ്ടതുണ്ട്. ആ ഐഡന്റിറ്റി ഉണ്ടാക്കേണ്ടത് പുറത്തു പോയാണെങ്കിൽ പഠനം കഴിഞ്ഞ പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ മാസം പുറത്തു പോകുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സാഹചര്യമാണ് നിലവിൽ എന്ന് ഞാൻ വിനീതമായി വിശ്വസിക്കുകയാണ്. എന്തുകൊണ്ട്? ഇന്ന് നമുക്ക് എന്തു ചെയ്യണമോ എങ്ങനെ ചെയ്യണമോ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. മദ്രസയിൽ പഠിപ്പിക്കണോ, ഓൺലൈനിൽ സാഹചര്യങ്ങളുണ്ട്. വേറെ ഏതെങ്കിലും വിധത്തിലുള്ള ഉത്ബോധനങ്ങൾ നൽകണമോ, ഓൺലൈനിൽ സാഹചര്യങ്ങളുണ്ട്. വീടും നാടും ഒക്കെ ഒരുപോലെ ഒരു ചെറിയ ഗ്ലോബിലേക്ക്, ഒരു ചെറിയ വില്ലേജിലേക്ക് ചുരുങ്ങിയ ഈ സാഹചര്യത്തിൽ മനസ്സിന് സമാധാനം തരുന്നത് എന്താണോ അത് ചെയ്യാനുള്ള എല്ലാ ചുറ്റുപാടുകളും നമ്മുടെ തൊട്ടുമുഖത്ത്, നമ്മുടെ തൊട്ടുമുന്നിൽ ഉണ്ടായിരിക്കെ എന്തിന് നമ്മൾ കേവലമായ ചില ധാരണകളെ അല്ലെങ്കിൽ ചില മതിലുകളെ ഭയന്ന്, അല്ലെങ്കിൽ ചില വിമർശനങ്ങളെ, ചില നിരൂപണങ്ങളെ, ചില ക്യാമറ കണ്ണുകളെ ഭയന്ന് ഇങ്ങനെ ജീവിക്കണം? അപ്പോ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് പ്രോസ്പെക്റ്റുകൾ ധാരാളമാണ്, പോസിബിലിറ്റീസ് അതിലേറെയാണ്. ഓർത്തു പോവാണ്, ഒരിക്കൽ അബുദാബി ഇസ്ലാമിക് ബാങ്കിന്റെ മാനേജർമാരിൽ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ പഠിക്കുന്ന അറബി ഇംഗ്ലീഷ് ഭാഷകൾ, അതിനു പുറമെ ഇസ്ലാമിക് ഫൈനാൻസ് കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന സംവിധാനം നിങ്ങൾക്കുണ്ടോ എന്ന്. അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചോദിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കൂടുതലൊന്നും പോവണ്ട. അവരെ ഇപ്പോ ട്രാൻസ്ലേഷനു വേണ്ടി മാത്രം ആളുകളെ വെക്കുന്നു. കാരണം അറബി ഭാഷ പഠിച്ചവൻ മുഴുവൻ നിങ്ങളെ പോലെ അറബിയും ഫിഖും പഠിച്ചവരല്ല. അവർ നേറ്റീവ് അറബ് സ്പീക്കേഴ്സ് ആണ്. പല ട്രാൻസ്ലേറ്റേഴ്സും നേറ്റീവ് അറബ് സ്പീക്കേഴ്സ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്ത് കോസ്റ്റ് കട്ടിംഗ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഫീൽഡാണ്. ബിസിനസ്സുകളിൽ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ബിസിനസ് നടത്തുക എന്നുള്ളത് പരമപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഫിഖ് കൂടി അറിയുന്ന, അതേസമയം 2 ലാംഗ്വേജുകളും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് സ്കോപ്പുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെപ്പോലെ കൊമേഴ്സ് പഠിച്ചവർക്ക്, നിങ്ങളെപ്പോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചവർക്ക് ധാരാളം അവസരങ്ങൾ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, PG സമയം എന്ന് പറയുന്നത് നമ്മളെ മിനുക്കിയെടുക്കേണ്ട സമയമാണ്. കേവലം ഇടത്താവളമായി PG മാറരുതേ എന്ന്, കേവലം ഇടത്താവളമായി PG മാറരുതേ എന്ന് നിങ്ങളുടെ മേഖലയിൽ മൂർച്ച കൂട്ടി അതിവിദഗ്ധരാക്കി മാറ്റേണ്ടുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ, ആ സമയത്തെ PGക്ക് വേണ്ടി ഇത് ഒരു തുടക്കമാണ്. ഞാൻ വീണ്ടും പറയാണ്, ഇപ്പോ നിങ്ങൾ ഈ സംവിധാനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സംവിധാനം കേവലം 20ഓ 25ഓ വയസ്സ് പൂർത്തിയാക്കുന്നു. ഇതിന്റെ PG ഈ സമയത്തും ഞാൻ വിശ്വസിക്കുന്നത് ഇത് തുടക്കമാണ്. ഇതിന് നമ്മളൊക്കെ, ഞാനും നിങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന ഈ സംവിധാനത്തിന്റെ 25 വർഷത്തെ ഉൽപ്പന്നങ്ങൾ, ഈ സംവിധാനത്തെ ഒരു സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം എന്ന അർത്ഥത്തിൽ വായിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു തലമുറയായിരിക്കും. അടുത്ത തലമുറ ഇനിയും വരാനിരിക്കുകയാണ്. അവർക്ക് മുന്നിൽ ഇതിന്റെ ഒന്നാം കിട അല്ലെങ്കിൽ ഒന്നാം തരം പ്രോഡക്റ്റുകളായി, പ്രഥമ പ്രോഡക്റ്റുകളായി, മത്സരത്തിന് മുന്നിൽ വെക്കേണ്ടുന്ന പ്രോഡക്റ്റുകളായി വരേണ്ടവരാണ് നമ്മൾ എന്ന തികഞ്ഞ ബോധം നിങ്ങൾക്കുണ്ടാവണം. നമ്മളൊക്കെ PG തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു ഇഷ്ടത്തിന്റെ പുറത്തായിരിക്കണം. ആ ഇഷ്ടം ഈ 2 വർഷം തുടർന്നു കൊണ്ടുപോവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്ന് സാന്ദർഭികമായി ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഇനി ദീർഘമായി ഇപ്പോ സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ സംസാരമുണ്ട്. അത് കഴിഞ്ഞ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എന്റെ മേഖലയിലുള്ള ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാൻ ശ്രമിക്കാം. ഞാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ ഞാൻ ഡീൽ ചെയ്യാൻ ശ്രമിക്കും. ഏതായിരുന്നാലും ചുരുക്കി പറഞ്ഞാൽ, എനിക്ക് നിങ്ങളോട് ഇപ്പോഴും വൈകിയിട്ടില്ല എന്ന പോയിന്റിൽ നിന്ന് 1-2 കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വൈകിയിട്ടില്ല. നിങ്ങൾക്ക് അറബി ഗ്രാമർ, ഒരു ഭാഷ എന്ന അർത്ഥത്തിൽ അറബി ഭാഷയുടെ ഗ്രാമർ വേണ്ട വിധം വഴങ്ങിയില്ല എന്നാണ് നിങ്ങളെ ആശങ്കപ്പെടുത്തുന്ന വിഷയമെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, 1 മാസം കൊണ്ട് നിങ്ങൾക്കത് പരിഹരിക്കാനാവും.
സംസാരമാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ രണ്ടു ഭാഷയും വഴങ്ങും. ഞാൻ ഇന്റർവ്യൂ നേരത്തെ സൂചിപ്പിച്ചു, ഇന്റർവ്യൂകളിൽ പലപ്പോഴും നമ്മൾ പതറിപ്പോകുന്നത് അറബി ഭാഷയിൽ എഴുതുന്നിടത്തും അറബി ഭാഷയിൽ സംസാരിക്കുന്നിടത്തുമാണ്. അറബി ഭാഷ സംസാരിക്കുമ്പോൾ ഫുസ്ഹ മാത്രമേ അറിയൂ എന്ന് പറയുന്നത് ഒരു ഒളിച്ചോട്ടമാണ്. ഞാൻ വിനയത്തോടെ പറയട്ടെ, എനിക്ക് ഫുസ്ഹ മാത്രമേ അറിയൂ എന്ന് പറയുന്നത് ഒരു ഒളിച്ചോട്ടമാണ്. ഫുസ്ഹയും അറിയില്ല എന്നതിന്റെ സൂചനയാണ്. ഫുസ്ഹയിലും ഞാൻ കോൺഫിഡന്റ് അല്ല എന്ന പ്രഖ്യാപനമാണ്. അതുണ്ടായിക്കൂടാ. നമ്മള് ഇപ്പോ നമ്മുടെ നാട്ടിൽ 6 മാസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് നടത്തുന്നു. 6 മാസം, കേവലം 6 മാസം. ആ കോഴ്സ് കഴിയുമ്പോൾ കോൺഫിഡൻസോടെ കുട്ടികൾ പുറത്തു വരുന്നവർ സംസാരിക്കാൻ ശ്രമിക്കുന്നു. 8 വർഷം ഒരേ സംവിധാനത്തിന് കീഴിൽ, 12 എന്നും വേണമെങ്കിൽ ഞാൻ പറയും, കാരണം അതും എനിക്ക് അനുഭവമുണ്ട്. 12 വർഷം വേറെ ചില സ്ഥലങ്ങളിൽ. എന്നിട്ടും നമുക്കൊരു ഭാഷയെ ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യാൻ വേണ്ടുന്ന അളവിലേക്ക് നമ്മൾ മാറുന്നില്ലെങ്കിൽ അത് നമ്മൾ പുനഃപരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഭാഷാപരമായ പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പരിഹരിച്ചേ പറ്റൂ. അത് നമ്മൾ പരിഹരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ സമയം വേണ്ടുള്ളൂ. വളരെ ചെറിയ സമയം കൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അത് മാറ്റിയെടുത്ത് നമ്മൾ PG ക്യാമ്പസിൽ പറയേണ്ട കാര്യമല്ല, പക്ഷേ പറഞ്ഞു പോവുകയാണ്. എന്തുകൊണ്ട്? നമ്മൾ സംസാരം ഒന്നുകൂടി ഏത് ഭാഷകളായിരുന്നാലും അന്യഭാഷകൾ ഏതും അനായാസം സംസാരിക്കാൻ കഴിയുന്ന ഒരു ചുറ്റുപാട്, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് കഴിയുന്ന, നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു ലാംഗ്വേജ് നിലവാരത്തിലേക്ക് നമ്മളെല്ലാവരും, ഞാൻ എല്ലാവരും ഉദ്ദേശിച്ച് പറയല്ല, പൊതുവെ എല്ലാവരും ഒരുപോലെ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ വഴിയെ നമുക്ക് സംസാരിക്കാം. ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.